വചനമൊഴി ഡിസംബർ 31. വചനഭാഗം 1 തിമോത്തി 6:6-12, ലൂക്കായുടെ സുവിശേഷം 13:6-9. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ ഈ ഉപമ പറഞ്ഞു. മുന്തിരിത്തോട്ടത്തിൽ ഒരുവൻ നട്ടുപിടിപ്പിച്ച ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അതിൽ ഫലമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ മുന്തിരിത്തോട്ടക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? മുന്തിരിത്തോട്ടക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാനതിന് ചുറ്റും കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് നന്ദി പറയുവാനും, ദൈവകൃപയോട് നമ്മൾ എപ്രകാരം സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് ആത്മശോധന ചെയ്യുവാനുമുള്ള ഒരവസരമാണ് ആണ്ടുവട്ടത്തിലെ ഈ അവസാന ദിവസം. ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിച്ചതുപോലെ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട അത്തിവൃക്ഷം പോലെയാണ് നാം ഓരോരുത്തരും. സാധാരണ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി ചെടികളാണ് നടുന്നത്. എന്നാൽ മുന്തിരിത്തോട്ടത്തിൽ ആയിരിക്കുവാൻ അസാധാരണമായ വിധത്തിൽ കൃപ ലഭിച്ച ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത്. അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ യജമാനൻ അതിൽ നിന്നും ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അസാധാരണമായ വിധത്തിൽ ദൈവകൃപ ലഭിച്ച് ഈശോയെ അറിയുവാനും അനുഭവിക്കുവാനും ഈശോയുടെ കൂടെയായിരിക്കുവാനും ഭാഗ്യം ലഭിച്ചവരെന്ന നിലയിൽ മുന്തിരിത്തോട്ടത്തിലെ ഈ അത്തിവൃക്ഷം പോലെ അസാധാരണമായ കൃപ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. ആ ദൈവീക കൃപയ്ക്ക് ചേർന്ന് നാം ഫലം നൽകുന്നുണ്ടോ? യജമാനൻ ഫലം പ്രതീക്ഷിച്ച് വരുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ നല്ല ഫലങ്ങൾ നൽകുന്ന വ്യക്തികളായി മാറുവാൻ, നല്ല ഫലങ്ങൾ നൽകുന്ന വ്യക്തികളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഫലം നൽകാതിരിക്കുമ്പോഴും നമ്മെ ചേർത്ത് നിർത്തുന്ന മധ്യസ്ഥനായ ഈശോ മിശിഹ നമുക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ ഹിതമനുസരിച്ച് ദൈവികമായ പുണ്യങ്ങളിൽ ജീവിച്ച് വിശുദ്ധിയിൽ വളരുവാനും വിശുദ്ധിയുടെ ഫലം നൽകുവാനും നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നമുക്ക് നൽകുവാൻ പറ്റിയ നല്ല ഫലങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. വന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും കുറിച്ച് ആകുലതപ്പെടുന്നതിനേക്കാൾ അധികമായി കൂടുതൽ നന്മ ചെയ്യുന്നതിൽ വ്യഗ്രതയുള്ളവരായി മാറാൻ നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.